പെരുമാൾ മക്കയ്ക്ക് പോയിട്ടുമില്ല, മുസ്ലിം മതം സ്വീകരിച്ചിട്ടുമില്ല. തെറ്റായ ചരിത്രം സൃഷ്ടിച്ച് അതാണ് ചരിത്രം എന്ന് സ്വയം വിശ്വസിച്ച് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അറിവിലേക്കാണ് ഈ വാർത്ത. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഒരു മഹോത്സവം ഈ ഓഗസ്റ്റ് 1 നടത്തപ്പെട്ടു. ഈ ക്ഷേത്രത്തെ പറ്റിയും ക്ഷേത്രത്തിന് ചേരമാൻ പെരുമാളുമായുള്ള ബന്ധത്തെ പറ്റിയും അറിഞ്ഞാൽ ഈ കപട ചരിത്രം തത്സമയം വീണുടയുന്നത് കാണാം. ചേര രാജവംശത്തിന്റെ കുടുംബക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം. ഈ ഓഗസ്റ്റ് 1 എന്നത് ചോതി നാളാണ്. കർക്കടക മാസത്തിലെ ചോതി, കർക്കടക ചോതി മഹോത്സവം എന്നാണ് ഈ ഉത്സവത്തിന്റെ പേര്. ആടി മാസമായതിനാൽ ആടിച്ചോതി മഹോത്സവം എന്നും പേരുണ്ട്. തമിഴ്നാട് മുഴുവൻ കേരളത്തിലേക്ക് ഒഴുകി വരുന്ന ക്ഷേത്രോത്സവമാണിത്. ക്ഷേത്രത്തിൽ തമിഴ്നാട്ടുകാർ ഏറെ പേർ എത്തിക്കഴിഞ്ഞു. പുരാവസ്തുവിന് കീഴിലുള്ള ഈ ക്ഷേത്രം അടിച്ചു തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളും നിലവിളക്കുകളും ചുറ്റുവിളക്കുകളും എല്ലാം കഴുകി ഭംഗിയാക്കുന്ന പണികളിലാണ് ഇവിടെ ഈ ദിവസങ്ങളിലൊക്കെ തമിഴ്നാട്ടുകാർ. ആടിച്ചോതി നാൾ ആയ ഓഗസ്റ്റ് 1 തലേന്ന് തന്നെ വൈകുന്നേരം 4 മണിയോടെ ക്ഷേത്രത്തിനകത്തുള്ള സുന്ദരമൂർത്തി നായന്മാരുടെയും ചേരമാൻ പെരുമാളിന്റെയും വിഗ്രഹങ്ങൾ ഈ തമിഴ് വൈശക്തർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗംഭീര ചടങ്ങാണ് ഒരു ഉത്സവ ഭാഗം. കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ മഹാദേവന് മുന്നിലെ പൂജ കഴിഞ്ഞാൽ വിഗ്രഹങ്ങളെ വെള്ളാനപ്പുറത്തും വെള്ള കുതിരപ്പുറത്തും ഇരുത്തി തിരികെ തിരുവഞ്ചിക്കുളത്തേക്കുള്ള ഘോഷയാത്രയാണ് സംഗീത സാന്ദ്രമായ ഘോഷയാത്ര. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരാൾ തീർച്ചയായും പങ്കെടുക്കേണ്ടതായ ഉത്സവം. ഭക്തിയുടെയും ആനന്ദത്തിന്റെയും സമർപ്പണത്തിന്റെയും ഉത്തമ ഉദാഹരണമായി മാറുന്ന ദൃശ്യങ്ങൾ. ഈ ഉത്സവത്തിന് പുറകിലെ ചരിത്രം, ഐതിഹ്യം എന്താണെന്ന് നോക്കും മുമ്പ് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇവിടെയുള്ള ശിവൻ സ്വയംഭൂവാണ്. രാത്രി ശിവനെയും പാർവതിയെയും പള്ളി മഞ്ചലിലിരുത്തി പള്ളിയേറിയിലേക്ക് എഴുന്നള്ളിപ്പ് താരാട്ടുപാടി ആട്ടുമഞ്ചലിൽ ആട്ടി ഉയർക്കുന്ന ചടങ്ങ് കേരളത്തിൽ നടക്കുന്ന ക്ഷേത്രമാണ്. ഏറ്റവും കൂടുതൽ ഉപപ്രതിഷ്ഠകളുള്ള കേരള ക്ഷേത്രമാണ്. എല്ലാം ശൈശവ സങ്കല്പങ്ങൾ. ഒരൊറ്റ വൈഷ്ണവ പ്രതിഷ്ഠ പോലും ഇവിടെ ഇല്ല. അനേകർ തപസ്സു ചെയ്ത് ഊർജവും ഉയർന്ന ഭൂമിയാണ്. നടരാജന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. സുന്ദരമൂർത്തി നായനാരുടെ കൃതികൾ അദ്ദേഹം ആലപിക്കുന്നത് കേട്ട ശിവൻ ക്ഷേത്രാങ്കണത്തിൽ ആനന്ദ നൃത്തമാടി എന്നതാണ് ഈ നടരാജ പ്രതിഷ്ഠയുടെ പുറകിലെ കഥ. ശൈവസിദ്ധരുടെ പ്രതിഷ്ഠയുള്ള കേരള ക്ഷേത്രം. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട്, സമുദ്രത്തിൽ നടക്കുന്ന അപൂർവതയും ഈ ക്ഷേത്രത്തിനുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണ്. ക്ഷേത്ര ഐതിഹ്യം ഇപ്രകാരം: കോപിച്ചു നിൽക്കുന്ന അച്ഛന്റെ ആവശ്യപ്രകാരം അമ്മയായ രേണുകയെ വധിച്ച പരശുരാമൻ അതിന്റെ പാപബോധത്തിൽ നിന്നും പുറത്തു കടക്കാൻ ശിവനെ തപസ്സു ചെയ്ത ഇടമാണ് തിരുവഞ്ചിക്കുളം. ഒരു കൊന്നമര ചുവട്ടിലാണ് തപസ്സിരുന്നത്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരശുരാമൻ അദ്ദേഹത്തെ കുടുംബസമേതമായി ഇവിടെ പ്രതിഷ്ഠ ചെയ്തു. തപസ്സു ചെയ്ത കൊന്നമരം വർഷം മുഴുവൻ പൂക്കുന്ന കൊന്നയായി ഇന്നും അത്ഭുതം പടർത്തി ക്ഷേത്രത്തിനുള്ളിലുണ്ട്. ഇതിന് ചുവട്ടിൽ കൊന്നയ്ക്കൽ ശിവന്റെ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രത്തിനകത്ത് പാണ്ടിമേട നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇനി ചേരമാൻ പെരുമാളിന്റെ കഥ. 63 തമിഴ് ശൈവ നായന്മാരിലെ പരമപ്രധാനിയായ സുന്ദരമൂർത്തി നായനാരും ചേരമാൻ പെരുമാളും സമകാലീനരും സുഹൃത്തുക്കളായിരുന്നു. തേവാരം എന്നറിയപ്പെടുന്ന ശൈവ ഗ്രന്ഥം സുന്ദരമൂർത്തി നായനാർ രചിച്ചതാണ്. തേവാരം പാടൽ എന്നത് ആടിച്ചോതി ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ്. ശിവക്ഷേത്രങ്ങളിലൂടെ പാട്ടും സ്തുതിയുമായി സഞ്ചരിക്കുന്ന നായനാർക്കൊപ്പം അവസാന കാലങ്ങളിൽ മിക്കപ്പോഴും ചേരമാൻ പെരുമാളും ഉണ്ടായിരുന്നു. സമയമായപ്പോൾ സുന്ദരമൂർത്തി നായനാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രന്റെ ഐരാവതം തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ വന്നു. നായനാർ ഭൂതഗണങ്ങളോട് പെരുമാളെ കൂടി കൊണ്ടുപോകാൻ അപേക്ഷിച്ചു. എന്നാൽ ശിവന്റെ നിർദ്ദേശത്തിൽ അതില്ല എന്ന് പറഞ്ഞ് അവർ അപേക്ഷ നിരസിച്ചു. ക്ഷേത്രത്തിലെത്തിയ ചേരമാൻ പെരുമാൾ ഈ സമയത്ത് തന്റെ വെള്ളക്കുതിരയുടെ ചെവിയിൽ ഐരാവതത്തോടൊപ്പം പോകാൻ ആവശ്യപ്പെടുന്നു. ഒപ്പം ചെവിയിൽ നമശിവായം ജപിക്കുന്നു. വെള്ളക്കുതിര മുകളിലിരിക്കുന്ന ചേരമാൻ പെരുമാളെ വഹിച്ച് പറന്നു തുടങ്ങുന്നു. ഐരാവതത്തിന് പുറത്തുള്ള സുന്ദരമൂർത്തി നായനാരും വെള്ളക്കുതിരപ്പുറത്തുള്ള ചേരമാൻ പെരുമാളും സ്വർഗ കവാടത്തിൽ എത്തുന്നു. വീണ്ടും ചേരമാനെ ദേവതകൾ തടയുന്നു. സുന്ദരമൂർത്തി നായനാർ തന്റെ സുഹൃത്തും കറ കളഞ്ഞ ശിവഭക്തനുമായ പെരുമാളെ കൂടി ചേർക്കാൻ വീണ്ടും അപേക്ഷിക്കുന്നു. എന്നാൽ മഹാദേവന് നിർദ്ദേശമില്ല എന്ന കാരണത്താൽ അവർ പെരുമാളെ സ്വീകരിക്കുന്നില്ല. നമശിവയുടെ ബലത്തിലും പെരുമാളൂരുടെ ശിവഭക്തിയുടെ ഉദാത്ത ഭാവത്തിലും ആദരവ് തോന്നിയ മഹാദേവൻ ഭൂതഗണങ്ങളെ വിട്ട് പെരുമാളെയും സ്വീകരിക്കുന്നു. ഇപ്രകാരം ചേരമാൻ പെരുമാളും സുന്ദരമൂർത്തി നായനാരും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്നും ഉടലോടെ സ്വർഗത്തിലേക്ക് പോയ ദിവസം എന്നത് കർക്കടക മാസത്തിലെ ചോദ്യനാളാണ്. അതായത് ആടി മാസത്തിലെ ചോദ്യനാൾ. ഇതാണ് ഈ ഓഗസ്റ്റ് 1 തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നടന്ന ആടിച്ചോതി മഹോത്സവം. മലയാളികളിൽ പലർക്കും അറിയാത്ത ഒരു ഉത്സവം, മഹോത്സവം എന്ന് തന്നെ പറയാം.
ഒരുപാട് ബസ്സുകളിൽ തമിഴ്നാട്ടിൽ നിന്നും വന്ന നഗരം നിറയുന്ന ജനത്തിരക്കുള്ള ഉത്സവം. ഇതിനെ കേരളത്തിൻ്റെതു കൂടി ജനകീയ ഉത്സവമാക്കി അംഗീകരിച്ചാൽ കേരള തമിഴ്നാട് എന്ന സൗഹൃദത്തിന് എന്തൊരു കാവ്യഭംഗിയായിരിക്കും. ഇതിനെ ജനങ്ങൾ ഏറ്റെടുത്താൽ ചേരമാൻ പെരുമാൾ മക്കയിൽ പോയി മതം മാറി എന്ന പ്രപ്പകാൻഡ് പൊളിയില്ലേ? അപ്പോ എങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന മട്ടാണ് അധികാരികൾക്ക്. ക്ഷേത്രത്തിനുള്ളിലെ നായനാരുടെയും പെരുമാളിന്റെയും പ്രതിഷ്ഠകളെയും മനസ്സറിഞ്ഞ് തൊഴുക. ചരിത്രവും ഐതിഹ്യവും സനാതന ധർമ്മവും താല്പര്യമുള്ളവരോടെല്ലാം പറയുക ചേരമാൻ പെരുമാൾ അവസാനം വരെ ശിവഭക്തനായിരുന്നുവെന്ന്. കഥകൾ കൂടുതൽ അറിയാൻ കെട്ടിച്ചമച്ച ചരിത്രത്തിനു പകരം പെരിയ പുരാണവും തേവരപ്പതികളും വായിക്കുക.